നമ്മളിങ്ങനെയുള്ള ഇപ്പോൾ വന്ദന കേസിലായാലും വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്, പോലീസുകാരും കണ്ടതാണ് ആരാണ് ഈ കൃത്യം ചെയ്തതെന്ന്. ഈ 51 വെട്ടിന്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇതാരാ ചെയ്തതെന്ന്. ചെയ്യാത്തവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം കുടുംബങ്ങളുടെ അവസ്ഥയും നമ്മുടെ ഹൃദയം നനയിപ്പിക്കണം. അവർ പറയുന്നത് വെറും നുണയാണെന്ന് നമുക്കങ്ങ് തള്ളിക്കളയാനൊക്കത്തില്ല. ഇതിനെല്ലാം ഒരു സത്യമുണ്ട്. കോൺസ്പിറേറ്റേഴ്സ് അവിടെ. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ ലാഞ്ചനയുടെ പുറത്ത് ഇതിനെ പിന്തുണയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾക്ക് കുടപിടിക്കാനും ഇറക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരാണ് ഇതിന്റെ കോൺസ്പിറേറ്റേഴ്സ്. അപ്പൊ ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യുന്നത്? രാജാവ് കള്ളനല്ല എന്ന് ആദ്യം നമുക്ക് വിശ്വാസം വരണ്ടേ? അപ്പോൾ ഒരു പ്രതി രാജാവിനെ നമ്മൾ കാണണം. ഞാൻ പറയും, ഇത് കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പം ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഒരു എക്സ്റ്റേണൽ ഏജൻസി, CBI പോലെ ഒരു സംഘം ഉറപ്പായിട്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് നേരത്തെ കൊണ്ട് ആവശ്യപ്പെടുകയോ? അല്ല, അതിപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരണമെന്നില്ല, നമുക്കെപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന. പക്ഷെ അവിടെ അല്ലല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് കനിവുണ്ടാവണം. അതെ, അത് ഹൈക്കോടതി വഴിയാണ്. സ്റ്റേറ്റ് സർക്കാർ അവിടെ സമ്മതിക്കണം. ഒളിക്കാനും മറയ്ക്കാനും രക്ഷിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്നതിന് മുമ്പ് സർക്കാർ അത് കോടതിയിൽ സമ്മതിക്കും. ഞാൻ ആ VCയുടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പോർഷൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അയാളെയാണ്. ഡീനിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ എങ്കിലും സിദ്ധാർത്ഥന്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എല്ലാ അവസ്ഥയിലും ആ ഡീനിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാരാണ്. അവര് പകർന്ന് തന്ന അറിവിൽ നിന്ന് ക്രിമിനൽസ് ഒക്കെയാണോ ഇപ്പൊ ഡീനും VC ഒക്കെ ആവുന്നത് എന്ന് മാത്രമേ ചോദിക്കാനൊക്കെ. സംശയമാണ്, അതുമൊക്കെ തെളിയിക്കപ്പെടണം.